എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം. വളരെ പ്രശസ്തമായ രീതിയിൽ സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞു. ഞാൻ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നും നമ്മൾ ഓർമ്മിക്കണം, കുറേ ദിവസങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഒരു ഹിന്ദു മത ഹിന്ദു ധർമ്മ സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളമാണോ ത്യാഗം സഹിക്കുന്നത്, ഊർജം ചെലവാക്കുന്നത്, സമ്പത്ത് അതിനുവേണ്ടി ചെലവാക്കുന്നത്, അത് മുഴുവനും പുനർവിനിയോഗം ചെയ്യാനുള്ള അവസരമാക്കി മാറ്റണം ഓരോ സമ്മേളനവും. എന്റെ കുടുംബാംഗങ്ങളായ നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ സ്വാമി പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? സ്വാമി പറഞ്ഞത് എന്താണെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യാ? ഒരു സമ്മേളനം നടത്തുന്നതിന് മുൻപ് ഞങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഓഡിയോ കാസറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു ലക്ഷക്കണക്കിന് കോപ്പികളായിട്ട് ലോകമെമ്പാടും എത്തും, ഒരു കോപ്പിറൈറ്റും ഇല്ലാതെ. ഒരു സമ്മേളനം നടത്തുമ്പോ അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ CD-കൾ ഓരോ ജനതയ്ക്ക് എത്തിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് അടുത്ത സമ്മേളനം വിജയമാക്കാനുള്ള സംഭാവനകൾ സ്വീകരിച്ച് ഒരു സമ്മേളനം തുടങ്ങി അവസാനിപ്പിക്കുന്നതിന് പകരം അത് തുടക്കം മാത്രമാക്കിയിട്ട് നിർത്താം. പിന്നെ അതിന്റെ CD, കഴിഞ്ഞ വർഷത്തെ CD-കൾ, അതിന്റെ മുമ്പിലത്തെ വർഷത്തെ CD-കൾ. അപ്പൊ ഈ സദസ്സിൽ എത്ര കുറവ് ആൾക്കാരാണെങ്കിലും എത്ര കൂടുതൽ ആൾക്കാരാണെങ്കിലും അതൊരു പ്രശ്നമേ ആവുന്നില്ല. കാരണം ഈ പ്രഭാഷണം ഇനിയുള്ള ദിവസങ്ങളില് ജനഹൃദയങ്ങളിലേക്ക്, വീടുകളില്, അമ്പലങ്ങളില്, സൊസൈറ്റികളിൽ, എല്ലാ സ്ഥലത്തും CD-കളായിട്ട് എത്തിക്കാൻ സാധിക്കും. എല്ലാ ഹിന്ദുമത സമ്മേളനത്തിലും ഞാൻ പറയാറുണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരും കേൾക്കാറുമില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നുവരെ ആരും ചെയ്ത് കണ്ടിട്ടുമില്ല. അത് ഹിന്ദുവിന്റെ ഒരു സ്വഭാവം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറെ പേര്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് 3 സബ്ജക്റ്റിനെ കുറിച്ച് പറയാണ്. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഒരാൾക്ക് ഓർക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഓർക്കാൻ 1, 2, 3 വരികൾ ഓർക്കാൻ പറ്റും. പക്ഷെ അത് ഒരു കാസറ്റ് ആക്കിയിട്ട് നിരന്തരം വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഇട്ട് കേൾക്കുകയാണെങ്കിൽ എത്ര കാലം അത് സാധിക്കും? എത്ര ജനങ്ങൾക്ക് അതെത്തും? അതിന്റെ ഒരു കോപ്പി മിഡിൽ ഈസ്റ്റിൽ കൊടുത്താൽ ദുബായ് മൊത്തം അവന് കോപ്പി ചെയ്ത് വിതരണം ചെയ്യും. അതിന്റെ ഒരു കോപ്പി മസ്കറ്റിൽ കൊടുത്താൽ ഒമാൻ മുഴുവൻ അവരെത്തിക്കും. അതിന്റെ ഒരു കോപ്പി കുവൈറ്റിൽ കൊടുത്താൽ കുവൈറ്റ് മുഴുവൻ അവരെത്തിക്കും. അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകും. അത് നമ്മൾ ചെയ്യാറില്ല. 87 or 90 മറ്റോ ആയി ചെറുകോൽപ്പുഴ. ഇന്നും ചെറുകോൽപ്പുഴയിലെ പ്രഭാഷണങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് ഞങ്ങൾ കോപ്പി എടുത്തിട്ട് 10 ലക്ഷക്കണക്കിന് കൊടുത്തിട്ടുണ്ട്, ചെറുകോൽപ്പുഴയിലെ പ്രഭാഷണം. പക്ഷെ അവിടെ നിന്ന് ആരും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഒരു ധർമ്മ സമ്മേളനം എത്രയധികം വിജയിപ്പിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല എന്നുള്ളത് ആദ്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കോന്നി ഹിന്ദുമത സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എത്രയോ വ്യക്തികൾ എത്ര മാസങ്ങൾ വർക്ക് ചെയ്തിട്ടാ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാം. അതിന് വരുന്ന ചെലവ്, മനുഷ്യ പ്രയത്നമെല്ലാം എന്നും വിജയമാക്കാനും അസാധാരണമാം വിധം ഒരു സാമ്പത്തിക സോഴ്സ് അതിൽ നിന്നുണ്ടാക്കാനും ധാരാളം വ്യക്തികൾ വരാനും ഇവിടെ പറഞ്ഞത് ലോകമെമ്പാടും കേൾക്കാനും കോന്നി ഹിന്ദുമത സമ്മേളനം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാനും ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഓരോ CD-യുടെയും ചെലവ് 15 രൂപയോ 20 രൂപയോ വരുള്ളൂ കോപ്പി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ.
ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, ഇനിയും നിങ്ങൾ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ പറയാം, എത്ര പ്രാവശ്യം വന്നാലും ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ അങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. പുരാണ സന്ദേശങ്ങളുടെ നമ്മളുടെ ജീവിതത്തിലെ പ്രസക്തി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരു പ്രഭാഷണമാണെന്ന് വിചാരിക്കേണ്ട, ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യത്തിന്റെ ടൈറ്റില് ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. വെറുതെ ആ വാക്കൊന്ന് ഓർത്തു വയ്ക്കുക. ബ്രഹ്മജ്ഞാനം കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ബ്രഹ്മജ്ഞാനം, അതിലേക്കുള്ള പ്രയാണം. 2 ധർമ്മജ്ഞാനം, അതിലേക്കുള്ള പ്രയാണം. 3 കർമ്മജ്ഞാനം, അതിലേക്കുള്ള പ്രയാണം. 3 സബ് ടൈറ്റില്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു: ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം, ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം, കർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. നമ്മുടെ പൈതൃകം പഠിക്കണമെങ്കിൽ, ഹിന്ദു ധർമ്മം പ്രായോഗിക തലത്തില് പകർത്തണമെങ്കിൽ ഈ 3 വിഷയങ്ങള് ഒന്ന് മനസ്സിൽ ഓർത്തിരുന്നാൽ മതിയാവും. അതൊരു ദിവസമോ 5 ദിവസമോ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ടൈറ്റില് അഥവാ തലക്കെട്ട് എന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം ശരിക്ക് അതിന്റെ അർത്ഥം എന്താ? നമ്മള് കുട്ടികള് LKG കഴിഞ്ഞ് UKG കഴിഞ്ഞ് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, +1 +2, പിന്നെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മുളയ്ക്ക് പോകും. നമ്മൾ ഓരോ ഹിന്ദുവും ഈ ഈശ്വര ചിന്തയെക്കുറിച്ച്, ഈശ്വരാരാധനയെക്കുറിച്ച് പഠിക്കുന്നതും ഇതേ ലെവലിലാണ്. ആദ്യം നമ്മൾ LKG ലെവലിലായിരിക്കും. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്, അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ അറിവ് വളരെ ലോവർ ലെവലിലാണ്. അവിടെ നിന്ന് നമ്മുടെ അറിവ് കുറേ കൂടി ഉയരത്തിലേക്ക് കൊണ്ടുപോകാം. വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു ബിന്ദു എത്തും. ആ അവസാനത്തെ ബിന്ദുവിന് പറയുന്ന പേരാണ് ബ്രഹ്മജ്ഞാന പ്രാപ്തി. ഒന്നുകൂടി പറയാം: ബ്രഹ്മ സാക്ഷാത്കാരം. അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അനുഭൂതിക്ക് പറയുന്ന പേരാണ് ബ്രഹ്മാനന്ദം. ആ പ്രക്രിയ ബ്രഹ്മ സാക്ഷാത്കാരം. സാക്ഷാത്കാരം, അക്ഷം കണ്ണ സാക്ഷാത്കാരം, ബ്രഹ്മചൈതന്യത്തെ കാണാൻ സാധിക്കാം. നമ്മൾ 10 ജന്മം ഇരുന്നാലും സാധിക്കില്ല. അത് ഉറപ്പിച്ച് മനസ്സിലായല്ലോ. അതുകൊണ്ട് അതിന് ശ്രമിക്കണ്ട. എന്താ ചെയ്യാ? ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് LKG മുതൽക്ക് ഉയർന്നുയർന്ന് പോയുമ്പോ നമുക്ക് ഏതാണ്ട് ഒരു 10ാം ക്ലാസ് വരെ എത്താൻ സാധിക്കും. അതായത് ഈശ്വരനുണ്ടെന്നൊക്കെ മനസ്സിലായി, നല്ല രീതിയിൽ നാമം ജപിക്കണമെന്ന് മനസ്സിലായി, സ്വാമി പറഞ്ഞ മാതിരി അമ്പലത്തിൽ പോകണം എന്നൊക്കെ മനസ്സിലായി, അമ്പലത്തിലൊക്കെ പോവാറുണ്ട്, പിന്നെ കുറച്ച് വേദമന്ത്രങ്ങൾ കേൾക്കാറുണ്ട്, സഹസ്രനാമമോ പ്രാർത്ഥനയോ ചെയ്യാറുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടാവുമ്പോ കണ്ണടച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതെല്ലാം ആവുമ്പോ ഒരു SSLC ലെവലായി. അതിനപ്പുറം നമ്മുടെ പ്രായോഗിക ഭൗതിക ജീവിതത്തില് നമുക്ക് പോകാൻ സാധ്യമല്ല. ഒരു വരി കൂടി ചേർക്കാം: പോവേണ്ട ആവശ്യമില്ല. പോവാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈശ്വരനുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ചെറിയ തെളിവ് മതി. ഈ ലോകത്തില്
657 കോടി ജനങ്ങളുണ്ട്. 657 കോടി ജനങ്ങളുടെ വായിലും 32 പല്ലാ ഉള്ളത്. ഈ 32 എന്ന നമ്പർ ആരാ തീരുമാനിച്ചത്? എന്റെ ഹൃദയം ഇടിക്കുന്നത് 68 പ്രാവശ്യം. നിങ്ങളുടെയും അത് തന്നെയാ. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇത്തിരി കൂടും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഹൃദയം 68 പ്രാവശ്യം ഇടിക്കണമെന്ന് ആര് തീരുമാനിച്ചു? 16 പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വാസോച്ഛ്വാസം ചെയ്യണമെന്ന് ആര് തീരുമാനിച്ചു? എന്റെ വലത്തെ കണ്ണ് 14 മിനിറ്റ് പ്രവർത്തിച്ചു, വലത്തെ കണ്ണ് റെസ്റ്റ് എടുക്കും, പിന്നെ ഇടത്തെ കണ്ണാ പ്രവർത്തിക്കുക. എനിക്ക് അറിഞ്ഞുകൂടാതെ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് തന്നെ ചെയ്യാണ്. ഞാൻ പറയുന്ന മലയാള വാക്കുകള് നിങ്ങളുടെ ചെവിയില് പ്രകമ്പനം കൊണ്ട് ആ തലച്ചോറിലേക്ക് അതിന്റെ ഇലക്ട്രിസിറ്റി എത്തി നിങ്ങളുടെ തലച്ചോറ് ഞാൻ പറയുന്ന മലയാളം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയാണ്, നിങ്ങളുടെ കപ്പാസിറ്റി അല്ല. തലച്ചോറിന്റെ കപ്പാസിറ്റിയാണ്, നമ്മുടെ കപ്പാസിറ്റി അല്ല. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത് ഏതൊക്കെ എൻസൈമുകളാ വേണ്ടതെന്ന് നമ്മളല്ല പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മുടെ നാക്ക് മുകളിലേക്കും ചുവട്ടിലേക്കും പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ കൺട്രോൾ നമുക്കല്ല. എന്റെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37.3 ഡിഗ്രി സെന്റിഗ്രേഡ്. ഈ ടെമ്പറേച്ചർ എന്റെ ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എനിക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല. എനിക്ക് ഒരു കൺട്രോളും ഇല്ല. കൂടുതൽ ടെമ്പറേച്ചർ പുറത്തു വന്നാൽ എന്റെ ശരീരം വിയർത്ത് ടെമ്പറേച്ചർ 37.3 നിർത്തും. പുറത്ത് വളരെ കൂടുതൽ തണുപ്പാണെങ്കിൽ ശരീരം നല്ല രീതിയിൽ വിറച്ച് വൈബ്രേറ്റ് ചെയ്ത് എനർജി ഉണ്ടാക്കും. അപ്പൊ എന്റെ ശരീരത്തിനകത്തും പുറത്തും എന്തെല്ലാമാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വരേണ്ടത്, മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗോപാലകൃഷ്ണനല്ല, ഗോപാലകൃഷ്ണന്റെ ശരീരത്തിനകത്തുള്ളൊരു ചൈതന്യമാണ്. അത് ഞാൻ ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്നു, ഉണർന്നിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ 1.25 ലിറ്റർ ബ്ലഡ് 20,000 കിലോമീറ്റർ ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ 20,000 കിലോമീറ്റർ ദൂരം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഒരു മിനിറ്റില്, മണിക്കൂറിലല്ല, സഞ്ചരിക്കുന്നുണ്ട്. തലച്ചോറിന്റെ ഏറ്റവും മുകളറ്റം മുതൽക്ക് കാലിന്റെ ഏറ്റവും ചുവടറ്റം വരെ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ ചേഞ്ചസ് ഒന്നും നിങ്ങളുടെ അനുവാദത്തോടു കൂടി അല്ല, ആരുടെ അനുവാദത്തോടു കൂടിയാണ് എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഈശ്വര ചൈതന്യം. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മറ്റു മതങ്ങൾക്കും ഒരു വലിയ പറയാനുള്ളത്, ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചു. ഹിന്ദുവിന് പറയാനുള്ളത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നല്ല, ഈശ്വരൻ ഇതായി തീർന്നു. ഈശ്വരൻ ഇതായി തീർന്നു. ഈശ്വരന്റെ അംശമാണ് ഞാൻ, ഈശ്വരന്റെ അംശമാണ് നിങ്ങള്, ഈശ്വരന്റെ അംശമാണ് ഓരോ കീരിയും പാമ്പും അണ്ണാറക്കണ്ണനും മുയലും എലിയും. ഈശ്വരൻ അതിനെ സൃഷ്ടിച്ചതല്ല, ഈശ്വരൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഹിന്ദുവും മറ്റു മതക്കാരും തമ്മിലുള്ള വ്യത്യാസം. മറ്റു മതങ്ങളില് യഹോവ ആദത്തെ സൃഷ്ടിച്ചു. ഭാരതത്തില് ഈശ്വരൻ മനുഷ്യനായി മാനിഫെസ്റ്റ് ചെയ്തു. ഏതുപോലെ ഗോതമ്പ് പൊടി ചപ്പാത്തിയായി തീർന്നു, അതേ ഗോതമ്പ് പൊടി പൂരിയായി തീർന്നു, അതേ ഗോതമ്പ് പൊടി ദോശയായി തീർന്നു. ഗോതമ്പ് പൊടി ചപ്പാത്തിയെ വേറെയാക്കി ഉണ്ടാക്കിയിട്ടില്ല. ഗോതമ്പ് പൊടി അല്ല ചപ്പാത്തിയെ ഉണ്ടാക്കിയത്, ഗോതമ്പ് പൊടി അല്ല പൂരിയെ ഉണ്ടാക്കിയത്, ഗോതമ്പ് പൊടി ചപ്പാത്തിയായി തീർന്നു. നൂല് വസ്ത്രമായി തീർന്നു, നൂല് പട്ടം പറപ്പിക്കുന്ന ചരടായി തീർന്നു, നൂല് വലിയ ഒരു കൊടി കെട്ടാനുള്ളതായി തീർന്നു. നൂല് അതായി തീരുകയാണ്, വസ്ത്രമായി തീരുന്നു.
അതുകൊണ്ട് ഓർമ്മിക്കുക, ഈശ്വരൻ എന്ന സങ്കല്പം ഹിന്ദുക്കൾക്കുള്ളതുപോലെ ലോകത്തിലെ മറ്റൊരു മതത്തിനും ഇല്ല. ബൈബിളിലെയും ഖുറാനിലെയും ഈശ്വരൻ വാശിയും പകയും വിദ്വേഷവും പ്രതികാരവുമുള്ള ഈശ്വരനാണ്. അങ്ങനെ ഒരു ഈശ്വരനെ ഹിന്ദുധർമ്മത്തിൽ കാണാൻ സാധ്യമല്ല. നിഷ്ക്രിയം, നിഷ്കളം, നിർവികാരം, നിശാന്തം, അവ്യയം എന്നാ നമ്മൾ പറയാ. ഒരു വികാര വിചാരങ്ങളും ഇല്ല. അങ്ങനെ എന്നിലും നിങ്ങളിലുമുള്ള ജീവചൈതന്യത്തിന് ഒരേ വികാരവും ഒരേ വിചാരവുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരേപോലെയാ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ഒരാൾക്ക് പാട്ടിഷ്ടാണ്, ഒരാൾക്ക് ക്രിക്കറ്റാ ഇഷ്ടം, ഒരാൾക്ക് പോപ്പ് മ്യൂസിക്കാ ഇഷ്ടം, ഒരാൾക്ക് തെങ്ങ് കയറാനാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറുന്നു. അത് വ്യക്തി അധിഷ്ഠിതം, ജീവന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഈശ്വര ചൈതന്യത്തിന് ഒന്നിനോടും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പക തീർക്കാനോ വാശി തീർക്കാനോ വിദ്വേഷം തീർക്കാനോ എന്നെ ആരാധിക്കണമെന്ന് പറയാനോ എന്നെ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കരുതെന്ന് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ 4 തലമുറയെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറയാനോ ഭാരതത്തിലെ ഈശ്വരന്മാര് ഇല്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഈശ്വര ചൈതന്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മള് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രയാണത്തിലേക്ക് പോകുമ്പോൾ അത് വിളക്ക് വെച്ച് പൂജ നടത്തിയാലും അമ്പലത്തിൽ ചെന്ന് ദർശനം നടത്തിയാലും ഭൂമിയെ തൊട്ട് തലയിൽ വെച്ചാലും അഥവാ ആൽമരത്തിന് പ്രദക്ഷിണം വെച്ചാലും നമ്മൾ ഏത് കർമ്മത്തിലൂടെ പോയാലും ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പരമമായ ലെവലിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് കുറച്ചേ നമുക്ക് സാധിക്കുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കണം. ചില സ്വാമിമാരെല്ലാം വന്ന് നിങ്ങൾ കണ്ണടച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കണം എന്ന് പറയുമ്പോ ഓർമ്മിക്കുക, ആ സ്വാമിക്ക് ബ്രഹ്മാനന്ദം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയ ആളിവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വല്ലതും ഉണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി മാത്രം. അപ്പൊ യഥാർത്ഥത്തില് ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ഒരവസ്ഥ, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരവസ്ഥ, ബ്രഹ്മവൈവർത്തം എന്ന് പറയുന്ന ഒരവസ്ഥ, ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അറിവ്, ബ്രഹ്മാവ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇത്, ഈ കൺസെപ്റ്റുകളെല്ലാം അറിയണമെങ്കിൽ ജന്മജന്മാന്തരങ്ങള് നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് ഉപനിഷത്തുക്കളുടെ മാർഗമാണ് എന്നോർക്കാം. ബ്രഹ്മസാക്ഷാത്കാരം ഉപനിഷത്തുക്കളുടെ മാർഗമാണ്. ഇതിനെങ്ങനെയാത് പറയുക? നത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാധ സർവമിദം വിഭാതി. നല്ലൊരു വരിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? ഹിന്ദുക്കളാണ്. അതുകൊണ്ട് നത്ര സൂര്യോഭാതി, അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല. സൂര്യപ്രകാശം അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ബ്രഹ്മചൈതന്യം. ന ചന്ദ്രതാരകം, ആ ബ്രഹ്മചൈതന്യത്തിന്റെ അടുത്ത് ചന്ദ്രനും താരങ്ങളും നക്ഷത്രങ്ങളും ഒന്നുമല്ല. നേമാ വിദ്യുതോ ഭാന്തി, ലൈറ്റ്നിങ്, ഇടിമിന്നല് പോലും ആ പരമമായ ചൈതന്യത്തിന്റെ മുമ്പില് ഒട്ടും പ്രകാശമുള്ളതല്ല. കുതോയം അഗ്നിഹി, അഗ്നിക്ക് ഒട്ടും പ്രകാശമില്ല. തമേവ ഭാന്തം അനുഭാതി സർവം, അത് തന്നെത്താനെ പ്രകാശിക്കുന്നു, സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്നു. തസ്യ ഭാഷ സർവമിദം വിഭാതി, അതിന്റെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും തെളിഞ്ഞു നിൽക്കുന്നത്. ഭൂമിയിലുള്ളതല്ല, ഈ സൗരയൂഥത്തിലുള്ളതല്ല, ഈ പ്രപഞ്ചത്തിലുള്ളത്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികള് ഉള്ള ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ നമുക്ക് പഠിക്കാൻ അത്ര എളുപ്പമല്ല. സാധാരണ ഇനി പറയാറുണ്ട്, നത്ര വാഗ്ഗച്ഛതി ന ചക്ഷുർഗച്ഛതി നോ മനഃ ന വിദ്മോ ന വിദാനീമോ യദൈതദനുശിഷ്യാത്.
നല്ല ഉപനിഷത്ത് വരികയാണ്. ആ ബ്രഹ്മചൈതന്യത്തെ കണ്ടു മനസ്സിലാക്കാൻ കണ്ണ് അവിടേക്കെത്തില്ല. വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല, വിവരണാതീതമാണ്. നോ മനഃ, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ല. ന വിദ്മോ, അതിനെക്കുറിച്ച് അറിയുന്നവരാരും ഇല്ല. അതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിയുന്നവരാരും ഇല്ല. ന വിജാനീമോ, അറിയിക്കാൻ കഴിവുള്ളവരാരും ഇല്ല. യഥൈതദനുശിഷ്യാൻ, പിന്നെ എങ്ങനെയാ അതിനെക്കുറിച്ച് പഠിപ്പിക്കുക? ഇത് പറഞ്ഞത് അത്യുജ്വല തൈത്തരീയോപനിഷത്ത് എഴുതിയ മഹർഷിയാണ്. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം ഇംപോസിബിൾ. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. ഏതൊരു ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ സർവചരാചരങ്ങളും ജനിക്കുന്നത്, ഏതൊരു ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ജനിച്ചവയെല്ലാം ജീവിക്കുന്നത്, പ്രളയന്തി, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ അലിഞ്ഞു ചേരുന്നത്, തദ്വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും തദ്ബ്രഹ്മേതി, അതാണ് ബ്രഹ്മമെന്ന്. അപ്പൊ ഒരു ഡെഫിനിഷൻ ദൂരെ മാറി നിന്നാ കൊടുത്തിരിക്കുന്നത്. ഏതിൽ നിന്നാണോ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും, ഏതിൽ നിന്നാണോ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും, ഏതിൽ നിന്നാണോ 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും, ഏതിൽ നിന്നാണോ 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളും ജന്മം കൊണ്ടത്, ഏതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവയെല്ലാം നിലനിൽക്കുന്നത്, ഏതിലേക്കാണോ അന്ത്യത്തിൽ ഇവയെല്ലാം അലിഞ്ഞു ചേരുന്നത്, തദ്വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും എന്റെ പ്രിയപ്പെട്ട ശിഷ്യ തദ്ബ്രഹ്മേതി, അതാണ് ബ്രഹ്മം. ഇത് രസമായിട്ടാ പറഞ്ഞിരിക്കുന്നത്, വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും അത് തന്നെയാണ്. പുരുഷനിലും സ്ത്രീയിലും കുമാര ഉതവാ കുമാരി ത്വം വാഞ്ചസി ജീർണോ ദണ്ഡേന വാഞ്ചസി ത്വം ദാദാഹം വിശ്വതോമുഖം. ഒരു ചെറിയ കുട്ടിയിലും ആൺകുട്ടിയിലും പെൺകുട്ടിയിലും, ത്വം സ്ത്രീ സ്ത്രീയിലും, ത്വം പുമാൻ പുരുഷനിലും, ത്വം കുമാരി കുമാരിയിലും, ഉതവാ കുമാര കുമാരനിലും, ജീർണോ ദണ്ഡേന വാഞ്ചസിത്വം, ജീർണിച്ച വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന വൃദ്ധനിലും, എല്ലാത്തിലുമുള്ളത് ആ ഒരു ചൈതന്യമാണ്. വളരെ ഭംഗിയായിട്ട് ഇത് പറയുന്നത്. അത്രയേ അറിയാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് അറിയാൻ സാധ്യമല്ല. സാധാരണ വാക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നാ പറയാ, വിവരിക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നു. ആ ബ്രഹ്മജ്ഞാന പ്രാപ്തി നിങ്ങൾ എത്ര പഠിച്ചാലും സാധ്യമല്ല എന്നുള്ളത് ഓർത്ത് ആദ്യത്തെ പാരഗ്രാഫ് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. 3 പോയിന്റാ പറഞ്ഞത് എന്നുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവും എനിക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് ബ്രഹ്മജ്ഞാന പ്രയാണം, തമാശ പറയാട്ടോ. രണ്ടാമത്തേത് ധർമ്മജ്ഞാന പ്രയാണം. ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാ, എല്ലാവരും അറിയേണ്ടതാ, ജീവിതത്തിൽ പകർത്താൻ സാധിക്കേണ്ടതാണ്. അതിന്റെ അടുത്തത് കർമ്മജ്ഞാന പ്രയാണം, നിർബന്ധമായും പകർത്തേണ്ടതാണ്. ഇപ്പൊ ധർമ്മജ്ഞാന പ്രയാണം വളരെ എളുപ്പ മനസ്സിലാക്കാൻ, മറ്റൊരു ബുദ്ധിമുട്ടാ. എന്താ ധർമ്മജ്ഞാന പ്രയാണം? ഒരു അച്ഛൻ, പള്ളിയിലച്ഛനല്ല, അമ്മയുടെ ഭർത്താവ്, അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളുണ്ട്. പിതാവ് വിശുദ്ധ പിതാവല്ല, ഓർഡിനറി പിതാവ്, അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ എല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയെന്ന് വിചാരിക്കുക. ആ പുസ്തകത്തിന്റെ പേരാണ് പിതൃധർമ്മം. അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയാൽ മാതൃധർമ്മം. മകൻ, അച്ഛനും അമ്മയും മകന് ധർമ്മം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുക്കണമെന്നവർക്ക് തോന്നാറുമില്ല. മകന് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മകൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ ആകത്തുകയാണ് പുത്രധർമ്മം. പുത്രീധർമ്മം, പൗരധർമ്മം, ആചാര്യധർമ്മം,
ഭർതൃധർമ്മം, പത്നീധർമ്മം, രാജധർമ്മം, അമാത്യധർമ്മം. മന്ത്രിധർമ്മം എന്നല്ല പറയാം, അമാത്യധർമ്മം. എല്ലാ വ്യക്തിക്കും അവരവരനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങൾ. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ധാരണാൽ ധർമ്മ, ധാരയതി ഇതി ധർമ്മ. വാട്ട് ഈസ് പ്രൊട്ടക്ടിങ് യു, വാട്ട് ഈസ് ഗൈഡിങ് യു, വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് യു, വാട്ട് ഈസ് സപ്പോർട്ടിംഗ് യു, ദാറ്റ് ഈസ് ധർമ്മ. നല്ല വാക്കുകളാ. ഏതൊന്നാണോ നിങ്ങളെ താങ്ങി നിർത്തുന്നത്, ഏതൊന്നാണോ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്, ഏതൊന്നാണോ നമ്മളെ ചൈതന്യവത്താക്കുന്നത്, ഏതൊന്നാണോ നമ്മൾ ധരിക്കുന്നത്, ഏതൊന്നിലാണോ നമ്മൾ ധരിക്കപ്പെടുന്നത്. ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സപ്പോർട്ട് ചെയ്യുക. ഷർട്ട് ധരിച്ചോ എന്ന് ചോദിച്ചാൽ എന്താർത്ഥം? ഷർട്ടിനെ താൻ സപ്പോർട്ട് ചെയ്തോ എന്നർത്ഥം. തന്റെ ശരീരത്തിൽ അതിങ്ങനെ കെട്ടിയിട്ടിരിക്കുക ഷർട്ട്. അതുകൊണ്ട് ഷർട്ട് ധരിച്ചോ എന്ന് ചോദിച്ചാൽ ഷർട്ടിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. സാരി ധരിച്ചോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? സാരിയെ തന്റെ ശരീരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ധരിച്ചോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ധാരണ നമ്മൾ പറയാറുണ്ട്, യോഗത്തില് ധാരണ എന്ന് പറയാറുണ്ട്. എന്താ ധാരണ? ഏതൊരു കാര്യത്തെ കുറിച്ചാണോ മനസ്സിനകത്ത് ധരിച്ചിരിക്കുന്നത് അത് ധാരണ. ഇങ്ങനെ അതിനെ പറയാ. കടയിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഭർത്താവിന്റെ അടുത്ത് ഭാര്യ എന്താ പറയാ? നിങ്ങള് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു എന്തുണ്ടാവണം? ധാരണയുണ്ടാവും. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ധാരണ ഇല്ലേ? അയൽവക്കത്തുകാരും എന്റെ വീട്ടുകാരും തമ്മിൽ വഴക്കിടുന്ന സമയത്ത് അയൽവക്കത്തുകാരന്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഭർത്താവിന്റെ അടുത്ത് ഭാര്യ എന്താ പറയാ? അയാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് അയാളോട് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ടാവും. അത് തന്നെ ധാരണ. അതാണ് നമ്മൾ ധരിക്കുക. മനസ്സിനകത്ത് ധരിക്കുക. ധരിക്കുക what we are uplifting in our mind, what we are keeping in our mind, what we are bearing in our mind. അതാണ് ധാരണ. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ ധരിക്കുന്നു, നമ്മളും ധരിക്കുന്നു. ധർമ്മമേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഭീഷ്മർ പറഞ്ഞതാണ്. ആ ധർമ്മ അത് അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മകൻ, മകള്, പൗരൻ, രാജ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയാം. അതാണ് ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. എന്ത് സിമ്പിളാ അറിയോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ധർമ്മം പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പ. ഈ സുവിശേഷ പ്രസംഗം ഒന്നും നടത്തണ്ട, വളരെ സിമ്പിളാണ്. ഇത് ഈ ബൈബിള് നോക്കിയിട്ട് സുവിശേഷം പറഞ്ഞു എത്ര സുവിശേഷമായി എന്ന് പറഞ്ഞ ഒരു ബ്രദർ സുന്ദർ സിംഗ് ഉണ്ട്. അയാളുടെ ജോലി തന്നെ സുവിശേഷം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറച്ചി തിന്ന, പിന്നെ സുവിശേഷം പറയാം, പിന്നെ ഇറച്ചി തിന്ന. ഇത് തന്നെ അയാൾക്ക് ജോലി. അങ്ങനെ കുറെ അച്ഛന്മാരും കുറെ അമ്മമാരും ഒക്കെ ഉണ്ട് സുവിശേഷം തന്നെ തൊഴിലാക്കുന്ന പ്രൊഫഷനായി. MBBS കഴിഞ്ഞ അടുത്ത ക്വാളിറ്റി കിട്ടുന്ന ഇതാണ്. ഒരു ഡോക്ടർക്ക് 27,000 രൂപയെ കിട്ടുള്ളൂ. സുവിശേഷ പ്രസംഗം ലക്ഷക്കണക്കിനാ കിട്ടും. ഒരു വിഷമില്ല. ദിനകരനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? കോയമ്പത്തൂർ പോയാൽ അറിയാം. കോയമ്പത്തൂരിന്റെ പകുതി ദിനകരന്റെ കർത്താവ് കൊടുത്തതാ. ഇൻകം ടാക്സിൽ മാത്രം ഒന്നും കൊടുത്തിട്ടില്ല, കർത്താവ് നേരിട്ട് കൊടുത്തതാ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിൽ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അവർക്കെതിരായിട്ട് പറഞ്ഞതല്ല. അപ്പൊ യഥാർത്ഥത്തില് ധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തില് ഇതുമാതിരിയുള്ള യാതൊരു മാജിക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രചരണങ്ങളും വാചകമടിയും ഈശ്വരന് വേണ്ടി ക്യാൻവാസ് ചെയ്യലും ഒന്നുമില്ല. അവിടെ ഒന്നു മാത്രം, അവനവനിലേക്ക് തിരിയ. ഞാൻ എന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ? എന്റെ ഭാര്യയോടുള്ള ഭർത്താവിന്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നുണ്ടോ? എന്റെ മക്കളോടുള്ള പിതൃധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ അച്ഛനമ്മമാരോടുള്ള പുത്രധർമ്മം ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഭാരതത്തിന്റെ പൗരനായ ഞാൻ പൗരധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ? എന്റെ ഓഫീസിൽ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സയന്റിസ്റ്റിന്റെ ഔദ്യോഗിക ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ? ഇത് നോക്കേണ്ടത് പുറത്തു നിന്നല്ല, അകത്ത് നിന്നാണ്. അപ്പൊ ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം വളരെ സിമ്പിളാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, സത്യം വദ, സത്യം പറയാ, സത്യം പറയാ. സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, എസൻസ്, ഫാക്ട്. 3 ഇംഗ്ലീഷ് വാക്കുകൾ ചേർന്നാൽ ഒരു സംസ്കൃത വാക്ക്. സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്,
എസൻസ്, ഫാക്ട്. ഇപ്പൊ ധർമ്മത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ധർമ്മത്തിന് ഇംഗ്ലീഷ് ഇല്ല. ചിലതിന് മലയാളം ഇല്ല, ചിലതിന് ഇംഗ്ലീഷ് ഇല്ല. ഇതെങ്ങനെയാ മനസ്സിലാവുക? സാമ്പാറിന്റെ ഇംഗ്ലീഷ് എന്താ? ഇഡ്ലിയുടെ ഇംഗ്ലീഷ് എന്താ? ദോശയുടെ ഇംഗ്ലീഷ് എന്താ? അവിയല്, തോരൻ, എലിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി, കൊലശ്ശേരിയുടെ എന്താ ഇംഗ്ലീഷ്? അതിനൊന്നിനും ഇംഗ്ലീഷ് ഇല്ല. അതിനൊക്കെ മലയാളമേ ഉള്ളൂ. തിരിച്ച് ചിലതിന് മലയാളം ഇല്ല, ഇംഗ്ലീഷേ ഉള്ളൂ. സൈക്കിളിന്റെ മലയാളം എന്താ? പദാക്രാന്ത ചലന ദ്വിചക്ര ശകടം. കേട്ടിട്ടുണ്ടാവില്ല. അത് പറയാൻ പോകുമ്പോ തന്നെ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. പിന്നെന്താ ചെയ്യാ? സോപ്പിന്റെ മലയാളം എന്താ? മലിന നിവാരണ പദയോൽപാദന പിണ്ഡം അല്ലേ? വൈദ്യുത ഗമന ആഗമന നിയന്ത്രണ യന്ത്രം, അതാണ് സ്വിച്ച്. കേട്ടു കഴിഞ്ഞാൽ പേടിയാവും. ഒരൊറ്റ മലയാള വാക്ക് അതിനകത്തില്ല, മൊത്തം സംസ്കൃതമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചിലതിന് മലയാളം ഇല്ല, ചിലതിന് ഇംഗ്ലീഷ് ഇല്ല. ധർമ്മം എന്ന വാക്കിന് ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ ധർമ്മത്തിനെ എങ്ങനെയാ വിവരിക്കാൻ? ഇംഗ്ലീഷുകാരന് മനസ്സിലാക്കണമെങ്കിൽ റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് പ്ലസ് ഡ്യൂട്ടി പുട്ട് ടുഗദർ ഈസ് നോൺ ആസ് ധർമ്മ. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളി മനസ്സിലാവും ഞാൻ വിചാരിക്കാം, കാരണം നിങ്ങൾ മലയാളികളാണ്. അപ്പൊ ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് പുട്ട് ടുഗദർ ഈസ് നോൺ ആസ് ധർമ്മ. ട്രൂത്ത് പ്ലസ് എസൻസ് പ്ലസ് ഫാക്ട് ഈസ് ഈക്വൽ ടു സത്യം. അപ്പൊ ആ സത്യം വദ. വദ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതി പോയാൽ വട എന്നാവും. അത് കാരണം ശ്രദ്ധിച്ചു വേണം ഇംഗ്ലീഷിൽ എഴുതിയത് മലയാളത്തിൽ വായിക്കാൻ. കാരണം KOLLAM കൊല്ലം, KOLLAM കൊല്ലാം, KOLLAM കൊള്ളാം ഒക്കെ ഒറ്റ സ്പെല്ലിംഗാ. അതുകൊണ്ട് ഇവിടെ VADA എഴുതുമ്പോ വധ എന്ന് പറഞ്ഞു. ഇനി ഒന്ന് അമർത്തി പറഞ്ഞാൽ വധ ആയ ചത്തു എന്നർത്ഥം. ഇവിടെ വധ പറയാ. സത്യം വധ. ധർമ്മത്തില് ഒന്നാമത്തെ പോയിന്റ് സത്യം വധ. രണ്ടാമത്തെ പോയിന്റ് ധർമ്മം ചര. അവനവന്റെ റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും ഡ്യൂട്ടിയും അനുസരിച്ച് ജീവിക്കാം. സ്വാധ്യായാൻ മാ പ്രമദ. പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാം. അവനവന്റെ ധർമ്മം എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അതെല്ലാം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ധർമ്മ സത്യാന്ന പ്രമദിതവ്യം. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാന്ന പ്രമദിതവ്യം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാൻ ന പ്രമദിതവ്യം. സാമൂഹികമായി ബന്ധമുണ്ടാക്കുക, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഭൂത്യൈ ന പ്രമദിതവ്യം. നല്ല ജീവിതം നയിക്കണം, സുഖസന്തോഷകരമായ ജീവിതം നയിക്കണം, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ദേവ പിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവകാര്യങ്ങൾ ചെയ്യാൻ, പിതൃകാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും മാറരുത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഇതൊന്ന് പഠിച്ചാൽ ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമായി. കൂടുതൽ വിഷമമൊന്നുമില്ല, ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമായി. പിന്നെ സ്വാമി 2-3 പ്രാവശ്യം പറഞ്ഞു ഉത്തിഷ്ഠത. അർത്ഥം മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് സ്വാമിക്കറിയാം. ജാഗ്രത, പ്രാപ്യവരാനിബോധത. തർക്കേടില്ലാതെ സ്വാമി വിവേകാനന്ദൻ ലണ്ടനിലും മിഷിഗണിലും ഒക്കെ പറഞ്ഞത് തന്നെയാ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട്. ഉത്തിഷ്ഠത, എഴുന്നേൽക്കാം. ജാഗ്രത, എന്താ ഇതിന്റെ അർത്ഥം? അവയർ എന്നല്ല അർത്ഥം. ജഗത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. അതിലാണ് നിവസിക്കുന്നത് എന്ന ബോധമുണ്ടാവുക. അതാണ് ജാഗ്രത. ചിലപ്പോ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടാവും, ഒരു തലയോട് വെച്ചിട്ടുണ്ടാവും, 2 എല്ലിങ്ങനെ വിപരീതമായിട്ട് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചുവട്ടില് ജാഗ്രത വിവേകാനന്ദൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടാവും. അത് കേറി പിടിച്ചാൽ, ബോധമില്ലാതെ കേറി പിടിച്ചാൽ ശരിക്കൊന്ന് അടിച്ചു കിട്ടിയാൽ പിന്നെ അടിക്ക് കിട്ടേണ്ടി വരില്ല എന്നാണ് ആ ജാഗ്രത. അതിന്റെ അർത്ഥം ബോധം ഉണ്ടാവണം. ഇത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ആണെന്നും കേറി അതിൽ ചാരി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കരുതെന്നും അതിലെവിടെയെങ്കിലും കേറി പിടിച്ചാൽ ചിലപ്പോ തീർന്നു പോകുമെന്നും ഉള്ള
സ്ഥലകാല ബോധമുണ്ടാകണം എന്നാണ് ജാഗ്രതയുടെ അർത്ഥം. ഇവിടെയും അർത്ഥം അത് തന്നെയാണ്. പക്ഷെ എല്ലും തലയോട്ടിയും വേണ്ടെന്ന് മാത്രം. അപ്പൊ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, ലക്ഷ്യമെത്തുന്നതു വരെ തളരാതെ കർമ്മോന്മുഖരാവുക. ഇത് ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാണ്. ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. ഇനി ഒരു വരിയും കൂടി അതിനകത്തുണ്ട്. അത് സ്വാമി പറഞ്ഞില്ല. അതുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ല, സ്വാമിക്ക് തന്നെ മനസ്സിലാവാത്തത് കൊണ്ടോ. അത് അത്ര എളുപ്പമുള്ള ഒരു വരിയല്ല. മനസ്സിലായിട്ടുണ്ടാവും, ഉറപ്പാണ്. ക്ഷുരസ്യ ധാര നിശിതാ ദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. നല്ലൊരു വരിയ. കുറച്ച് മനസ്സിലായുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ധർമ്മബോധം, ധർമ്മജ്ഞാനത്തിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഞാൻ പദാനുപദം നിർത്തി നിർത്തി പറയാം. ജനറലി ചോദിക്കാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്താം, ഞാൻ വിഷയം മാറ്റാം. അല്ലെങ്കിൽ രണ്ടുപേര് കൈ ഉയർത്തിയാൽ ഒരാൾ ഉയർത്തിയിട്ട് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇത് പഠിക്കണം. ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പദാനുപദം എക്സാമ്പിൾ സഹിതം പറഞ്ഞിരുന്നത്. ഇത് കുറച്ച് മനസ്സിലായാൽ മറ്റുള്ളത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ഷുരസ്യധാര, നമ്മുടെ ധർമ്മം മനസ്സിലാക്കാൻ വിഷമമില്ല. ധർമ്മജ്ഞാനത്തിലേക്ക് പ്രയാണം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതുപോലെ ബുദ്ധിമുട്ടാണ്? ക്ഷുരസ്യധാര. ബാർബർ, തലമുടി വെട്ടുന്ന ആള്, അയാളുടെ ധാര, കയ്യിലുള്ള കത്തി, ബാർബറുടെ കയ്യിലുള്ള കത്തി എത്ര ഷാർപ്പാണോ, നിശിതാ ദുരത്യയ, ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് എത്ര ദുർഘടമാണോ അത്ര ദുർഘടമാണ് ധർമ്മബോധത്തോടുകൂടി ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളത്. കവയോ വദന്തി, നല്ല പണ്ഡിതര് പറയുന്നുണ്ട്. അപ്പോ ക്ഷുരസ്യധാര നിശിതാദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. ഇതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും മനസ്സിലാക്കണം. ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ധർമ്മത്തെക്കുറിച്ച് കേൾക്കാൻ എളുപ്പമാണ്, ധർമ്മത്തെക്കുറിച്ച് കണ്ടു മനസ്സിലാക്കാൻ എളുപ്പമാണ്, ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാൻ എളുപ്പമാണ്. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ എളുപ്പമല്ല. ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്ക്. ശ്വേതാശ്വേതര ഉപനിഷത്തിലെ വരിയാണ്. എന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപനിഷത്ത് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഈശാവാസ്യോപനിഷത്ത്, അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് ശ്വേതാശ്വേതര ഉപനിഷത്ത്. ശ്വേതാശ്വേതര ഉപനിഷത്തിന്റെ അർത്ഥം എന്താ? ശ്വേതാശ്വേതരൻ എന്നൊരു മഹർഷി എഴുതിയതാന്ന് ചിലര് പറയാറുണ്ട്. പക്ഷെ അതാണ് അർത്ഥം എന്ന് എനിക്ക് തോന്നണില്ല. ശ്വേതം വെളുപ്പ്, ശ്വേതരം വെളുപ്പല്ലാത്തത്. അപ്പൊ തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപനിഷത്താണ് ശ്വേതാശ്വേതര ഉപനിഷത്ത്. വലിയ ഉപനിഷത്താ. അത് വായിച്ച നിങ്ങൾ കരയും അക്ഷരാർത്ഥത്തില്. എന്താ കാരണം? ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ കരയണത്. ഒരക്ഷരവും മനസ്സിലാവില്ല. പിന്നെ രണ്ടാമത് വായിച്ചു എന്ന് വിചാരിക്കാം, അപ്പൊ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ലെന്ന് മനസ്സിലാവും. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം അതിനെ വീണ്ടും വായിക്കാം, അപ്പൊ പിന്നെ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവും. പിന്നെയും അതൊന്ന് വായിക്കാം, അപ്പോൾ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇത് മനസ്സിലാക്കേണ്ടതാണെന്ന് മനസ്സിലാവും. പിന്നെയും വായിക്കാം, അപ്പൊ കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങും. ആറാമത്തെ പ്രാവശ്യം വായിക്കുമ്പോ മനസ്സിലാവും ഇതാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്ന്, ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാവും. ഞാൻ ഈ വരികൾ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എത്ര പ്രാവശ്യം? 40 പ്രാവശ്യമെങ്കിലും ഞാനത് വായിച്ചുകൊണ്ടിരിക്കുക. വണ്ടി പോകുമ്പോൾ മുഴുവൻ ഞാനതാ വായിക്കാം. എന്നാലും അതങ്ങനെ എത്തണില്ല. ഈ കുറച്ച് സംസ്കൃതജ്ഞാനം ഉണ്ടായിട്ടും അതിലേക്ക് എത്താൻ പറ്റണില്ല. അതിന്റെ അർത്ഥം നമ്മൾ സർവജ്ഞാനിയാണെന്നല്ല, പഠിക്കാൻ അത്ര രസകരമാണത്. അതുകൊണ്ട് മുണ്ടകോപനിഷത്താണെങ്കിലും നേരത്തെ പറഞ്ഞ ശ്വേതാശ്വേതരോപനിഷത്താണെങ്കിലും എല്ലാം ക്ഷുരസ്യധാരാ നിശിതാദുരത്യയാ ദുർഗം പതസ്തത് കവയോ വദന്തി. ആ കവയോ വദന്തി, പണ്ടുള്ളവര് ധർമ്മത്തിന്റെ പന്താവിലൂടെ നടക്കുക, ചരിക്കുക, ജീവിക്കുക ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്.
ഹിന്ദുക്കൾക്ക് കൈമോശം വന്നത് ധർമ്മബോധമാണ്. എല്ലാം സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഇച്ഛാശക്തിയില്ല. ഇച്ഛാശക്തി ആദ്യം ഉണ്ടാവണം, എന്നിട്ട് അതിൽ നിന്ന് ജ്ഞാനശക്തി ഉണ്ടാവണം. ആ ജ്ഞാനശക്തിയിൽ നിന്നാണ് ക്രിയാശക്തി ഉണ്ടാവേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ മാതൃഭൂമിയില് ഗാനഗന്ധർവൻ യേശുദാസ് ആ പൂമൂടൽ ക്ഷേത്രം അവിടെ പോയതും അദ്ദേഹത്തിന് തൊഴാൻ അവസരം കിട്ടാത്തതും ഓടിന്റെ ഇടയിൽ കൂടെ തൊഴേണ്ടി വന്നതും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയതും എല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് യേശുദാസ്. ഈ സത്യത്തിൽ ദുഃഖം തോന്നി. ഞാൻ അതിന്റെ എല്ലാ റിപ്ലൈയും ഞാൻ മാതൃഭൂമിക്ക് തന്നെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏതു മതമാണെങ്കിലും ഗാനഗന്ധർവൻ യേശുദാസ് വേളാങ്കണ്ണി പള്ളിയിൽ ചെന്ന് ക്യൂ നിന്ന് കുർബാന ഏറ്റെടുത്ത് അടുത്തു വന്നപ്പോ ആ വിശുദ്ധ പിതാവ് പള്ളിയിലച്ഛൻ വേളാങ്കണ്ണിയിൽ പറഞ്ഞു, കത്തോലിക്കരല്ലാത്തവര് കുർബാന കൈക്കൊള്ളരുത് എന്ന്. അവിടെ വെച്ച് യേശുദാസും ഭാര്യയും പുറകോട്ട് വന്നു. ഞാൻ ക്രിസ്ത്യാനിയല്ല സാർ, അത് കാരണം എനിക്ക് കുർബാന വേണ്ട. ഞാൻ ക്രിസ്ത്യാനി അല്ല, അതുകൊണ്ട് എനിക്ക് കുർബാനയുടെ ഗോതമ്പുണ്ട വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ട് വന്നു. എന്നിട്ട് അവിടെ വെച്ച് യേശുദാസ് എന്നെ വിളിച്ചു, ദാസേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണ, വേളാങ്കണ്ണിയിലെ അച്ഛൻ പറഞ്ഞു ക്രിസ്ത്യാനി അല്ലാത്തവര് കുർബാന കൈക്കൊള്ളരുതെന്ന്. ഇത് ഗുരുവായൂരിനേക്കാളും വിചിത്രമായിട്ടുള്ള ഒരു ദേവാലയല്ലേ. ഞാൻ അവിടെ വെച്ച് വിശുദ്ധ പിതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ കന്യാമറിയത്തെ കാണാൻ ഇവിടേക്ക് വരില്ല. കാരണം ഈ കന്യാമറിയത്തിന്റെ മുമ്പിലും നിങ്ങൾക്ക് വകഭേദമുണ്ടോ ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മില്? പിന്നെ ഹിന്ദുക്കളെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി യേശുദാസ് പുറത്തേക്ക് വന്നു. അതേ യേശുദാസ് പബ്ലിക്കായിട്ട് പറയുകയുണ്ടായി. ഒരിക്കല് മകനുമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോവുകയാണ്, ഒരു അച്ഛനും മകനും. അപ്പൊ കുറെ സ്ഥലത്ത് പടവലങ്ങയുണ്ട്. അപ്പൊ മകൻ അച്ഛനോട് ചോദിച്ചു ഇതെന്താന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, യേശുദാസ് എന്നോട് പറയാ, അച്ഛൻ പറഞ്ഞു ഇത് പടവലങ്ങ കൃഷിയാണ്. കുറെ കഴിഞ്ഞപ്പോ പാവയ്ക്ക. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത് പാവയ്ക്ക കൃഷിയാണ്. കുറെ കഴിഞ്ഞപ്പോ ഏത്തവാഴ കൃഷിയാണ്. അപ്പൊ ഇത് ഏത്തവാഴ കൃഷിയാണ്. കുറെ സ്ഥലത്ത് എന്ന് കണ്ടപ്പോ അത് കഴിഞ്ഞ് കുറെ ദൂരം പോയപ്പോ കുറെ കുരിശ് കണ്ടു. അപ്പൊ അച്ഛനോട് ചോദിച്ചു ഇതെന്താണ്. അപ്പൊ അച്ഛൻ മകനോട് പറഞ്ഞു ഇത് കുരിശ് കൃഷിയാണ്. നേരത്തേത് പടവലങ്ങ കൃഷിയും പാവയ്ക്ക കൃഷിയും മാറി ഇതിൽ കുരിശ് കൃഷിയാണ് എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. ഇത് അദ്ദേഹം എന്ത് ലാഘവത്തോടു കൂടിയാ പറയുന്നത്. ഗാനസമ്രാട്ട്, എംപറർ ഓഫ് ദ മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദമന്ത്ര ആലാപനത്തോടു കൂടിയാണ് സരസ്വതി ഇപ്പുറത്ത് സരസ്വതി, നടുക്ക് ഗണപതി, പുറകില് ഗോപാലകൃഷ്ണൻ, ഇപ്പുറത്ത് ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യത്തില് യേശുദാസന്റെ മകന്റെ വിവാഹം തിരുവനന്തപുരം ക്ലബിൽ നടന്നത്. അവിടെ പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്നില്ല, അവിടെ ബൈബിള് വായന ഉണ്ടായിരുന്നില്ല, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള യേശുദാസിനെ ഗുരുവായൂരിലേക്ക് കടത്താൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്നില്ല, നമ്മളിൽ ചിലർക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ധർമ്മത്തിന്റെ ബന്ധാവാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ഇത്രയും ഉജ്ജ്വലനായ ഒരു മനുഷ്യൻ വരാൻ തയ്യാറാണ് എന്നൊരു സൂചന കിട്ടിയാൽ ഭംഗിയായിട്ട് പുഷ്പവൃഷ്ടിയോടുകൂടി യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. യേശുദാസൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവിടത്തെ കർദിനാൾ പാറേക്കാട്ടിലും വടക്കൻ അച്ഛനും സന്നിധാനത്തിലിരിക്കുന്ന മങ്കുഴിക്കരിയും എല്ലാം ഇളകും അടുത്തിട്ട്. പക്ഷേ നമുക്കത് അറിഞ്ഞൂടാ. നമുക്ക് ഇവരെ അമ്പലത്തിലേക്ക് കയറ്റുന്നതിന്റെ മീര ജാസ്മിൻ, അതിന്റെ പേര് തന്നെ മറിയ ജാസ്മിൻ എന്നാ. ഹിന്ദുവായി മാറി മീര, ഭക്തകവി മീരയുടെ പേരിട്ടു. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് ഞങ്ങൾ മാവേലിക്കരയിൽ ഉണ്ടായിരുന്നു. അവിടെ വേറൊരു ക്രിസ്ത്യൻ ഡാൻസർ, സിനിമാ നടി അവിടെ വന്നിരുന്നു. അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള എമൗണ്ട് തന്നെ 1.5 കോടി രൂപയാണ്.
അവർ 80 ലക്ഷം രൂപയ്ക്ക്, അതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, പ്രത്യേക പേരുകൾ അവരുടെ എല്ലാവരുടെ എന്റെ നാക്കിൽ വരില്ല, ചിലപ്പോൾ സംസ്കൃതം എന്റെ നാക്കിൽ വരുള്ളൂ. 80 ലക്ഷം രൂപയുടെ കാറിൽ വന്നിറങ്ങി നേരെ മാവേലിക്കര ഗണപതി ക്ഷേത്രത്തിനകത്ത് കയറി 3 പ്രദക്ഷിണം വെച്ച് സമൂഹ സദ്യയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആ കുട്ടി പോയി. ക്രിസ്ത്യനാണത്. ഒരാൾക്കും വിഷമം തോന്നിയില്ല. ഇങ്ങനെ എത്രയോ പേര് ഈ ധർമ്മത്തിലേക്ക് വരാൻ, 2 കയ്യും നീട്ടി വരാൻ തയ്യാറാകുമ്പോൾ സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്തതാണ് സനാതന ധർമ്മത്തിന് പറ്റിയ അബദ്ധം. സനാതന ധർമ്മത്തിന് പറ്റിയ അബദ്ധം. ധർമ്മബോധമില്ലാത്തവരാണത് കൈകാര്യം ചെയ്യുന്നത്. ലോകത്തിന്റെ മുമ്പില് സനാതന ധർമ്മം അവഹേളിക്കപ്പെടുന്നു. കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിച്ചു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പ്രാർത്ഥിച്ചില്ല ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പ്രാർത്ഥിച്ചു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവരും സുഖമായിരിക്കണം, ആരോഗ്യമുള്ളവരായിരിക്കണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ച നമ്മള് ചിലരെ പുറത്ത് മാറ്റി നിർത്തി. ഇവിടെ ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം നമുക്ക് സാധിച്ചിട്ടില്ല. ഹിന്ദുക്കൾക്കും സാധിച്ചിട്ടില്ല, RSSകാർക്കും സാധിച്ചിട്ടില്ല, വിശ്വ ഹിന്ദു പരിഷത്തിനും സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ വെള്ളാപ്പള്ളിക്ക് മാത്രം. അതുകൊണ്ട് ഈ ധർമ്മത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായിട്ടുള്ള 10,000-ങ്ങളെ പൂവിട്ട് പൂജിച്ച് സ്വീകരിക്കാൻ എന്ന് കേരളം തയ്യാറാകുന്നുവോ അന്ന് ഈ കുരിശിന്റെ താഴെ പോകുന്നവര് ഓങ്കാരത്തിന്റെ താഴെ വരും. ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വാക്ക് പോലും അറിയാതെ എന്റെ നാവിൽ നിന്ന് വരുന്നില്ല. നമുക്ക് സാധിക്കേണ്ടിയിരുന്നു. ഇന്ന് ഞാനിവിടെ BEdന് ക്ലാസ് എടുത്തിട്ട് വരിക. കഴിഞ്ഞ വെള്ളിയാഴ്ച MBAക്കാർക്കും BTechകാർക്കും ക്ലാസ് എടുത്തു. 500 കുട്ടികള്. നമ്മൾ പറയുന്ന സബ്ജക്ട് വേദിക് മാനേജ്മെന്റ് ആയിരുന്നു. ഈ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. 50% കൂടുതൽ കുട്ടികളെ ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ്. അവരുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട് കൊടുത്തു വേദിക് മാനേജ്മെന്റിന്റെ. അവിടെ ആ നോട്ട് അവൈലബിൾ ആണ്, പ്രിന്റഡ് ബ്രോഷർ നോക്കിക്കോളാൻ പറഞ്ഞു. ആ വേദിക് മാനേജ്മെന്റിന്റെ നോട്ട് കയ്യിൽ കൊടുത്തിട്ട് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഞാൻ പദാനുപദം വിവരിച്ചു കൊടുത്തു. 1 മണിക്കൂർ 20 മിനിറ്റ് 500 കുട്ടികളിലെ ഒരു കുട്ടി പോലും അനങ്ങിയിട്ടില്ല. 72 സംസ്കൃത ശ്ലോകം വേദത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വേദിക് മാനേജ്മെന്റില് പ്യുവർ സാൻസ്ക്രിറ്റ് ബേസ്ഡ് വേദിക് മെസ്സേജാണ് കൊടുത്തത്. 2 കയ്യും നീട്ടി സ്വീകരിക്കാൻ അവിടെ ഇരുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തയ്യാറായിരുന്നു. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തതിൽ ധാരാളം മുസ്ലിംസ് ഉണ്ടായിരുന്നു, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരൊക്കെ സംസ്കൃതത്തിന്റെ വരികൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സാധിക്കണില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്കുണ്ട്. നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. യൂസഫ് അലി കേച്ചേരി അമ്പലത്തിനകത്ത് കൊണ്ടുപോകാൻ സാധിക്കണം. CI ഐസക്കിനെ, ജോസഫ് പുലിക്കുന്നേലിനെ, അതുപോലെ തന്നെ എത്ര പേരാ റെഡിയായിരിക്കണം എന്നറിയാമോ വരാൻ. പറ്റുമെങ്കിൽ 2-3 അച്ഛന്മാരെയും കൊണ്ടുപോകണം. എക്കത്തിന് അടിച്ചകത്താക്കണം. ഒരെണ്ണത്തിന് ചവിട്ടി പുറത്താക്കരുത്. നാരായണ ഗുരു പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. എക്കത്തിന് അടിച്ചകത്താക്കണം. ദേവസ്വം മന്ത്രി ഗുരുവായൂരിൽ പോയി തൊഴുതില്ല. അങ്ങനെ തൊഴുതില്ലെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? ഗുരുവായൂരിൽ പോയില്ലേ? അച്യുതാനന്ദൻ ശബരിമല പോയില്ലേ? എന്തൊരു സന്തോഷമായി എനിക്ക് തോന്നിയറിയോ? ലോകത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും 17 IASകാരെയും 3 കളക്ടർമാരെയും വിളിച്ചിട്ട് പായസത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടേണ്ടി വന്നിട്ടുണ്ടോ ലോകത്തില്? ഉണ്ടെങ്കിൽ അച്യുതാനന്ദന് മാത്ര അരവണയ്ക്ക് വേണ്ടി ഇത്ര പേരെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് കൂടാ. എന്നിട്ട് അവസാനം എന്താ തീരുമാനിച്ചത്? പായസം കൊടുക്കുന്ന കൗണ്ടറിന്റെ ഓട്ട വർദ്ധിപ്പിക്കാൻ, വലുതാക്കാൻ തീരുമാനിച്ചു. ചെയ്തില്ലേ? ഇതിനെയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അച്യുതാനന്ദൻ, ആരാധ്യനായ അച്യുതാനന്ദൻ ആരാവട്ടെ, കരുണാകരൻ ആരാവട്ടെ, ഉമ്മൻചാണ്ടി ആരാവട്ടെ, മൻമോഹൻ സിംഗ് ആരാവട്ടെ, ഇവരെല്ലാം ഈ നാട്ടിലുള്ളവരാണ്. ധർമ്മബോധത്തോടു കൂടി അവരെ അടിച്ചകത്താക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സുധാകരനെ കൊണ്ട് ഈ ഹിന്ദുമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റും. ചെയ്യിക്കണം. എന്തും പറയട്ടെ, ചങ്കുറ്റത്തോട് കേട്ടിരിക്കുക. ഇപ്പൊ ദിവസം വായിക്കുന്നുണ്ടല്ലോ 24 മണിക്കൂർ അങ്ങനെ പറയുന്നതും കേൾക്കുന്നതും. അപ്പോൾ ഇവിടെയും കൂടി ഇങ്ങനെ കേൾക്കട്ടെ, നമുക്ക് എന്താ കുഴപ്പം? ഇവരെല്ലാം അടിച്ചകത്താക്കാനുള്ള ധർമ്മബോധം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യുന്നു? ദേവസ്വം ബോർഡിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യുന്നു. പോലീസുകാർക്ക് നിയന്ത്രണം വിടുമ്പോൾ അവർ പീരങ്കി എടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നു. അത് വെള്ളത്തിന്റെ പീരങ്കി കൊണ്ട്. അതാണോ വേണ്ടത്?
ക്രിസ്ത്യൻസിന് പ്രോബ്ലം വരുമ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യൻ മാർച്ച് നടത്താറുണ്ടോ? നടത്തുകയാണെങ്കിൽ തന്നെ പള്ളിയിലച്ചന്മാർ മുമ്പിൽ നിൽക്കുക. കാരണം കല്ല് വന്നാലും അച്ഛന് ലോഹയുണ്ട, അത് കാരണം അത് കൊണ്ടോളും. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 2-3 കല്ല് കൊണ്ടാലും കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോ അവര് പ്രതിഷേധിക്കില്ല. അവര് ചുവട്ടിക്കൂടെ പോയിട്ട് കാര്യങ്ങൾ നേടുകയാണ്. അനങ്ങാതെ അവർ കാര്യങ്ങൾ നേടുന്നുണ്ട്. നമ്മൾ പുറത്ത് ചെന്നിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മൾ പാട്ട അടിക്കുന്ന മാതിരി ഒച്ച ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വരും. ഒരു ഹിന്ദുമത സമ്മേളനത്തിൽ ഇത് പറയാൻ സാധിക്കുള്ളൂ, വേറൊരു സ്ഥലത്തും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ മാത്രം പറയാൻ. കൃത്യമായിട്ട് കാണേണ്ടവരെ കണ്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടവരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്ത് വാങ്ങേണ്ടത് വാങ്ങിയിട്ട് വരണം. ആർക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞത്? ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരണം. അത് സാധിക്കാൻ നമുക്ക് പറ്റണില്ല. എന്നിട്ട് നമ്മൾ ഒച്ചയെടുക്കുന്നു, അവിടെ മോളി കയറിയുന്ന ഒച്ചയെടുക്കുന്നു. അരവണ വിവാദം ഉണ്ടായതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായത്? അരവണ വിവാദം എന്തെങ്കിലും ഉണ്ടാവട്ടെ. ഇപ്പൊ ശബരിമലയിൽ 4 കോടി ആൾക്കാർ വന്നു. ഈ അരവണ വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര പേര് വരുമായിരുന്നു? 3 കോടിയേ വരുള്ളൂ. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ പ്രശ്നം വെച്ചത് എന്ത് പറ്റി? CNN, IBNലും NDTVയിലും ഒക്കെ പ്രശ്നം വെച്ചത് വന്നു. അതൊരു പ്രശ്നമാവുകയല്ല ചെയ്തത്, അതൊരു ഉത്തരവാവുകയാണ് ചെയ്തത്. ശബരിമല നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്നു. ഇനി അടുത്ത വർഷം മിക്കവാറും ബുഷ് ശബരിമലയിലേക്ക് വരുന്ന എനിക്ക് തോന്നണേ, അമേരിക്കൻ പ്രസിഡന്റ്. കാരണം ഇപ്പൊ ലോകം മുഴുവനും ശബരിമല അറിയപ്പെട്ടു. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയ ഒരു രാജ്യമാണിത്. ശകുനി കള്ളച്ചൂത് കളിച്ചതുകൊണ്ടാണ് മഹാഭാരതം ഉണ്ടായത്. മന്ദര രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാമായണം ഉണ്ടായത്. ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തില് ശൃംഗിയിട്ടത് കൊണ്ടാണ് മഹാഭാഗവതം ഉണ്ടായത്. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കര് ശബരിമലയിൽ പ്രശ്നം വെച്ചതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ അവിടെ വന്നത്. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ് ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മൾ പ്രതിഷേധിക്കും. ഇപ്പൊ നോക്കുക, എത്ര ഭംഗിയായിട്ടാ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അണ്ടർഗ്രൗണ്ട് വഴിക്കാ എല്ലാ കാര്യങ്ങളും നേരിടുന്നത്. ഇവിടെ മന്നത്ത് പത്മനാഭന്റെ ശിഷ്യനുണ്ട് നാരായണ പണിക്കരെ. വെറുതെ കിടന്ന് ഒച്ചയെടുക്കുക, പാട്ടേട്ടടിച്ച്. അദ്ദേഹത്തിന്റെ ആരാധകർ ഇവിടെ ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ പിന്നെ ക്ഷമിക്കുക. വെറുതെ കിടന്ന് ഒച്ചയെടുക്കുക 2-3 പേര്. സുധാകരനെ ഉയർത്തണമെങ്കിൽ സുധാകരനെ ഉയർത്താം. വലിയ ബോധമൊന്നുമുള്ള പാർട്ടിയല്ല, പിന്നെന്താ കുഴപ്പം? ആരൊക്കെ ഉയർത്തണം എക്കത്തിനെ ഉയർത്താം. അവനവന്റെ കാര്യം നേടാൻ സാധിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഹിന്ദുക്കൾക്ക് അതാണ് ദുരിതം, ഹിന്ദുക്കൾ ഇത്രയധികം വേദനിക്കുന്നു, ഹിന്ദുക്കളുടെ കാര്യം ചെയ്യാൻ ആരുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെയും നെഞ്ച് കത്തിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എന്ത് നേടാനാ? 2 പേർക്കും നെഞ്ച് കത്താതെ ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ നടത്താനുള്ള വഴികൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവസരം ഉപയോഗിക്കാൻ 60 വർഷമായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഛാ എന്ന് പറഞ്ഞ ഒരാള്, തിരുപ്പതി അമ്പലം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ 600 കിലോമീറ്റർ ജാഥ നടത്തുകയാണ് ഞങ്ങള്. ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, തിരുപ്പതി അമ്പലം മോചിപ്പിച്ച് നിങ്ങൾ ആരാ ഏറ്റെടുക്കാൻ പോണേ? ദാറ്റ് വി ഹാവ് നോട്ട് ഡിസൈഡഡ്. വെൻ യു ആർ ഗോയിങ് ടു ഡിസൈഡ്? ഈ 60 കോടി ജനങ്ങളാ പുനരാവർത്തനത്തോടുകൂടി ശബരിമലയിലേക്ക് ഓരോ വർഷവും വരുന്നത്. ഇവരെ മാനേജ് ചെയ്യാൻ ആർക്കാ സാധിക്കുക? NSSന് സാധിക്കോ? SNDPക്ക് സാധിക്കോ? ആർക്കാ സാധിക്കുക മാനേജ് ചെയ്യാൻ? ഈ മിനിറ്റിന് ബസ് ട്രാഫിക്കോടുകൂടി അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ പിന്നെ എന്തിനാ ചിന്തിച്ചത്? ഈ 600 കിലോമീറ്റർ ജാഥ നടത്തിയിട്ട് ട്രാഫിക് ബ്ലോക്ക് ഇട്ടിട്ട് വണ്ടിക്ക് കല്ലെറിഞ്ഞ് ഡ്രൈവറുടെയും യാത്രക്കാരന്റെയും മുഖം പോയിട്ട് എന്ത് നേടാനാ പോകുന്നത്? ഓരോ കാരണത്തിലും ട്രാഫിക് ബ്ലോക്കിലാവുമ്പോ അവനവന്റെ അച്ഛനും അമ്മയും പ്രസവിക്കാൻ പോകുന്ന മകളുമാണ് വണ്ടിക്കകത്തെങ്കിൽ ഹർത്താൽ അല്ല ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. നമ്മൾ അതൊക്കെയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക. ആ കാലമൊക്കെ മാറിയത് ഇന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഏത് കാര്യം രാമസേതു പൊളിക്കരുതെങ്കിൽ കാണേണ്ടവരെ മൊത്തം കണ്ട് അണ്ടർഗ്രൗണ്ട് വഴിക്ക് ശരിയാക്കിയേക്കണം. കരുണാനിധിയെ കാണണമെങ്കിൽ നിധിയെ കാണുക, കരനെ കാണണമെങ്കിൽ കരനെ കാണുക. എന്താ കുഴപ്പം? ആരോടും പറയാൻ പോകണ്ട, പത്രപ്രവർത്തനം നടത്താൻ പോകണ്ട. കാര്യങ്ങൾ നേടാൻ 3 പേരുണ്ടെങ്കിൽ സാധിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു ഗോപാലകൃഷ്ണൻ. പക്ഷെ അവിടെ നമുക്ക് ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം പറ്റണില്ല. നമ്മൾ ധരിക്കുന്നു ഒരു കറുത്ത കൊടി കുത്തിയിട്ട് ഒരു ജാഥ നടത്തിയാൽ നേട്ടം ഉണ്ടാക്കാം. ആരും ബോധേടല്ല ഈ കാലത്ത്. സനാതന ധർമ്മം പഠിക്കണം, ഇച്ഛാശക്തി ഉണ്ടാവണം, ജ്ഞാനശക്തി ഉണ്ടാവണം, അറിവിന്റെ ശക്തി. ഞാൻ കുറെ പേരോട് ചോദിച്ചു. ഈ ലോസ് ഏഞ്ചൽസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ, കഴിഞ്ഞ മുമ്പിലത്തെ വർഷം നവംബറിൽ
അതുപോലെ ഈ ജൂലൈയിൽ വീണ്ടും ഞാൻ പോയിരുന്നു അമേരിക്കയില്. അവിടെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ധാരാളം വാദിക്കുന്നു എല്ലാവരും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു സുബ്രഹ്മണ്യ സ്വാമിയോട്, ഡു യു നോ എനിത്തിങ് അബൌട്ട് ഹിന്ദു ധർമ്മ? നോ. ഹൗ ക്യാൻ യു ടോക്ക് അബൌട്ട് ഹിന്ദു ധർമ്മ? സനാതന ധർമ്മത്തെ കുറിച്ച് അറിഞ്ഞൂടാ. എത്ര ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നൂടാ, എത്ര വേദങ്ങൾ ഉണ്ടായിരുന്നൂടാ, എത്ര പുരാണങ്ങൾ ഉണ്ടായിരുന്നൂടാ, എത്ര ഉപപുരാണങ്ങൾ ഉണ്ടായിരുന്നൂടാ, എന്താണ് ദർശനം എന്നറിഞ്ഞൂടാ, എന്താണ് ധർമ്മശാസ്ത്രം എന്നറിഞ്ഞൂടാ, എന്താണ് ഇതിഹാസം. അതറിയാതെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ആ വാക്കുകൾ ആര് ശ്രദ്ധിക്കും, ആര് കേൾക്കും, ആരനുസരിക്കും? ജ്ഞാനശക്തി ഇല്ലാതെ ക്രിയാശക്തിയിലേക്ക് കടന്നവര് പകുതിക്ക് വെച്ച് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ശങ്കരാചാര്യർക്ക് അവസാനം വരെ പോകാൻ സാധിച്ചത്, സർവജ്ഞപീഠം കയറാൻ സാധിച്ചത് 23-ാമത്തെ വയസ്സില് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടായിരുന്നുകൊണ്ടാണ്. വിവേകാനന്ദന് ഷിക്കാഗോയുടെ റെയിൽവേ സ്റ്റേഷനില് ഒരു മൂലയ്ക്ക് മണ്ണിൽ കിടന്ന വിവേകാനന്ദന് അമേരിക്കക്കാരെ കീഴടക്കാൻ സാധിച്ചത് ഇച്ഛാശക്തി മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആരെയും എടുത്തു നോക്കുക, അരവിന്ദ മഹർഷിയുടെ എല്ലാം ഇന്നും നിലനിൽക്കുന്നത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അത് ബുദ്ധിമുട്ടല്ലേ? എങ്കിൽ പിന്നെ പ്രസംഗിക്കാൻ പോവരുത്. ഹർത്താലല്ല സനാതന ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള മാർഗം. അതുപോലെ തന്നെ ചുരിക, അത് വിതരണം ചെയ്യലല്ല ഹിന്ദു ധർമ്മത്തിന്റെ. ഇതെല്ലാം ഈ ധർമ്മത്തിന് അവഹേളന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. സനാതന ധർമ്മം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും അഹിംസയുടെയും പന്താവിലൂടെയാണ്. വേണ്ട സ്ഥലത്ത് വേണ്ടത് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മകൾ നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇന്നും ആലോചിച്ച് നോക്കാം, ഒറീസയിൽ മതപരിവർത്തനം നടക്കുന്നു. അസാധാരണമാം വിധം മതപരിവർത്തനം നടക്കുന്നു. പക്ഷേ കുറെ കൊണ്ടുപോയിട്ട് കൊട്ടും അതുപോലെ നെഗറ്റീവ് എല്ലാം ചെയ്തിട്ട് ഹിന്ദുക്കൾക്ക് പത്രം മുഴുവനും എതിരായി. എന്നിട്ട് ആര് നേടി? അവിടുത്തെ കൺവേർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ നേടി. അതേപോലെ ഞാൻ പറയാം, ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു? ആദ്യം മോഡി പറഞ്ഞത് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തും വേണ്ട, ഹിന്ദു ഐക്യവേദിയും വേണ്ട, നമ്മുടെ തൊഗാഡിയായും ഇവിടേക്ക് വരണ്ട, ഞാനിത് ജയിക്കാം, ഞാൻ ചെയ്തത് തെറ്റുണ്ടെങ്കിലും ശരി, ഇനിയും ഇതേപോലെ ചെയ്യേണ്ടി വന്നാൽ ചെയ്തിരിക്കും എന്ന് ഉറപ്പിച്ച് ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു. ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാവട്ടെ, പാർട്ടിക്കാരനല്ലാതിരിക്കട്ടെ, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ ചെയ്ത കർമ്മങ്ങള്, അതിന്റെ ധാർമ്മികത, അതിന്റെ ഉത്തരവാദിത്വം അത് ഏറ്റുപറഞ്ഞപ്പോൾ സമൂഹം ഏറ്റെടുത്തു. അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാതെ ചാടുമ്പോ പറ്റുന്ന അബദ്ധമാണ് നമുക്ക് പലപ്പോഴും പറ്റുക. അങ്ങനെ ചാടാൻ കാരണം നമുക്ക് ധർമ്മബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ധർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമല്ല ഇപ്പൊ ചെയ്യാറുള്ളത്. നമ്മൾ ഏതോ ഒരു പ്രയാണമാണ്. അതിനെ വോട്ടാക്കി മാറ്റാൻ, അതിനെ രാഷ്ട്രീയമാക്കി മാറ്റാൻ, അതിനെ എന്തെങ്കിലും ഇഷ്യൂ ആക്കി മാറ്റാൻ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുമില്ല. എടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുമില്ല. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതും ഇല്ല. പിന്നെ എങ്ങനെ തിരിച്ചു വരുന്നു? അവഹേളനാത്മകമായിട്ട് തിരിച്ചു വരുന്നു. ആര്? ഹിന്ദുക്കളുടെ പ്രതിനിധികള്. അത് ആരുടെ മുഖത്ത് കരുതേക്കുന്നു? ഹിന്ദുവിന്റെ മുഖത്ത് കരുതേക്കപ്പെടുന്നു. രാവിലെ കുളിക്കണം, 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം, ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം, വീടിന്റെ പുറത്ത് പോയി അകത്തേക്ക് വരുമ്പോ കയ്യും കാലും മുഖവും കഴുകണം, മക്കൾക്ക് വേണ്ട സാരോപദേശം കൊടുക്കണം, വീട്ടിനകത്ത് നന്മകൾ കേൾക്കണം, കേൾപ്പിക്കണം, വീട്ടിനകത്ത് നന്മകൾ കാണണം, കാണിപ്പിക്കണം, വീട്ടിനകത്ത് നല്ല രീതിയിൽ സംസാരിക്കണം, സംസാരിപ്പിക്കണം, വീട്ടിനകത്ത് നന്മ നിറഞ്ഞത് ചിന്തിക്കണം, ചിന്തിപ്പിക്കണം, വീട്ടിനകത്ത് നന്മ നിറഞ്ഞത് പ്രവർത്തിക്കണം, പ്രവർത്തിപ്പിക്കണം. സത്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തില് ഡൈവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയിലാണ്. ആത്മഹത്യ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയിലാണ്. എന്താ കാരണം? നമ്മുടെ കർമ്മം, ആചാരം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ക്രിസ്ത്യാനിക്ക് എന്തു പ്രശ്നം ഉണ്ടായാലും പള്ളിയിലച്ഛനുണ്ട്, പള്ളിയിൽ അമ്മയും ഉണ്ട്. മുസ്ലിമിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൗലവി അവിടെ ഇരുന്നോണ്ട് കാര്യങ്ങൾ പറയും. ഹിന്ദുവിന് നോക്കാൻ ആരുമില്ല. അതൊന്നും സാരമില്ല. പക്ഷെ സ്വയം നോക്കാൻ നമുക്ക് സാധിക്കും. അതാണ് കർമ്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണം. നമ്മുടെ മനസ്സിന് നന്മ തരുന്ന ആചാരങ്ങളുണ്ട്. മന്ത്രം ജപിക്കണം, നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, മക്കളെ അനുഗ്രഹിക്കണം,
നല്ലത് പറയണം, നല്ലത് കേൾക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കണം. എഴുന്നേറ്റിട്ട് കരാഗ്രി വസതേ ലക്ഷ്മി ചൊല്ലേണ്ടത് പറഞ്ഞു കൊടുക്കണം. രാവിലെ